So welcome back to our channel. So നമുക്കിനി പഠിക്കാനുള്ള മൊഡ്യൂൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് PCB, അതായത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. തെറ്റിപ്പോയിൽ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ആണ് ഈ PCB എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 2 വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സോ PCB എന്താണെന്ന് പഠിക്കാനുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ എന്താണ് ആദ്യം PCB എന്ന് നോക്കാം. So PCB, process control block. Each process is represented in the OS by a process control block. അപ്പോൾ ഒരു OSലെ ഓരോ പ്രോസസ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണെന്ത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, അതായത് PCB എന്ന് പറഞ്ഞാൽ OSൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ പ്രോസസ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ PCB ഈസ് ഓൾസോ കോൾഡ് എ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവർ ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തെന്നും പറയാം, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് അല്ലെങ്കിൽ TCB എന്നും വിളിക്കാം. അതിൻ്റെ വേറൊരു പേരാണ് പറഞ്ഞത്. PCB contains many pieces of information associated with specific process including. അപ്പോൾ PCBയിൽ മെയിൻലി ആയിട്ട് എന്തൊക്കെയായിരിക്കും, കൂടുതലും ഇൻഫോർമേഷൻസ് ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതിൽ മെയിൻലി ഇൻക്ലൂഡ് ആവുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. മെയിൻലി എന്തൊക്കെ ഇൻഫോർമേഷൻസ് അതിൽ ഇൻക്ലൂഡ് ആവും. ഫസ്റ്റ് വൺ പ്രോസസ് സ്റ്റേറ്റ് അതിൽ കാണിക്കും, ഏത് പ്രോസസ് സ്റ്റേറ്റിലാണ്. അതായത് സ്റ്റേറ്റ് മേ ബി ന്യൂ ആയിരിക്കാം, നമ്മൾ പഠിച്ചു ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്, ന്യൂ ആയിരിക്കാം, റെഡി ആയിരിക്കാം, റണ്ണിങ്, വെയിറ്റിംഗ്, ഹോൾട്ടഡ് ആൻഡ് സോ ഓൺ. ഏത് സ്റ്റേറ്റിൽ വേണോ ആ ഇൻഫോർമേഷൻ അവർ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ആയിരിക്കാം, അതാണ് പ്രോസസ് സ്റ്റേറ്റ്. സെക്കൻഡ് വന്നിട്ട് പ്രോഗ്രാം കൗണ്ടർ, PC നമ്മൾ പഠിച്ചിട്ടില്ലേ, COയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. PC എന്താണ്, PCയെ പറ്റി ഇവിടെ പറയുന്നത്. PC എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രോഗ്രാം കൗണ്ടർ. നമുക്ക് ആ പ്രോഗ്രാം കൗണ്ടർ എന്ത് കാണിക്കും, നമ്മൾ ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്ത് എക്സിക്യൂട്ട് ആവേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കാണിച്ചു തരും, അതാണ് പ്രോഗ്രാം കൗണ്ടർ. സോ പ്രോഗ്രാം കൗണ്ടർ ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. പ്രോഗ്രാം കൗണ്ടർ അത് കാണിച്ചു തരും, അതൊരു ഇൻഫോർമേഷൻ. നെക്സ്റ്റ് പറയുന്നത് CPU രജിസ്റ്റേഴ്സ് നമ്മൾ കുറേ പഠിച്ചില്ലേ. രജിസ്റ്റേഴ്സ് വേരി ഇൻ നമ്പർ ആൻഡ് ടൈപ്പ് ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അനുസരിച്ച് നമ്മൾ രജിസ്റ്റേഴ്സ് അതിൻ്റെ നമ്പറിലും ടൈപ്പിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. രജിസ്റ്റേഴ്സ് മെയിൻലി നമുക്കറിയാം ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് മെയിൻലി ഇൻക്ലൂഡ് ആവുന്ന രജിസ്റ്റേഴ്സ്. അക്യുമുലേറ്റർ, AC അക്യുമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്, IR ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് വരാം. പിന്നെ സ്റ്റാക്ക് പോയിന്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സ് ഒക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന CPU രജിസ്റ്റേഴ്സ് തന്നെയാണ്. ഇതൊക്കെ ആയിരിക്കും മെയിൻലി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ രജിസ്റ്റേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും. അക്യുമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ, സ്റ്റാക്ക് പോയിന്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിലൊക്കെ മെയിൻലി സ്റ്റോറേജ് ചെയ്യുന്നത്. Along with the program counter, this state information must be saved when an interrupt occur ചെയ്താലും ഈ പ്രോഗ്രാം സ്റ്റേറ്റിൽ തന്നെയായിരിക്കും ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. സോ CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ. CPU ഷെഡ്യൂൾ ചെയ്യുന്ന ഇൻഫോർമേഷനാണ്. ദിസ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്സ് ദ പ്രോസസ് പ്രയോറിറ്റി. ഈ ഇൻഫോർമേഷൻ മെയിൻലി എന്തൊക്കെയായിരിക്കും കണ്ടെയ്ൻ ചെയ്യുന്നത്, പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി, ഏത് പ്രോസസ്സാണ് ആദ്യം വന്നത്, ടൈമിംഗ് വെച്ച് പ്രയോറിറ്റി, അതായത് പോയിന്റേഴ്സ് ടു ഷെഡ്യൂളിംഗ് ക്യൂവിൻ്റെ പോയിന്റർ ചെയ്യും. അതേപോലെ അതർ ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് CPU ഷെഡ്യൂൾ ഇൻഫോർമേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്കുള്ളത് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷനാണ്. മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷനിൽ മെയിൻലി ഇൻക്ലൂഡ് ആവുന്ന വാല്യൂ ഓഫ് ദി ബേസ് ആൻഡ് ലിമിറ്റ് രജിസ്റ്റേഴ്സിൻ്റെ ലിമിറ്റും ബേസൊക്കെ മെയിൻലി പറഞ്ഞു തരും. അതേപോലെ അത് പേജ് ടേബിൾസ്, സെഗ്മെൻറ്റ് ടേബിൾസ്, നമ്മളിനി പഠിക്കും എന്താണ് പേജ് ടേബിൾസ്, സെഗ്മെൻറ്റ് ടേബിൾസ്, ഇതിനെയൊക്കെ പറഞ്ഞു തരും. അതേപോലെ ഡിപ്പെൻഡിങ് ഓൺ ദ മെമ്മറി സിസ്റ്റത്തിൻ്റെ അനുസരിച്ച് പേജ് ടേബിളിൻ്റെ കണക്കും സെഗ്മെൻറ്റ് ടേബിളിൻ്റെ ഒക്കെ വാല്യൂ പറഞ്ഞു തരുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ വഴിയാണ്. നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്തായിരിക്കും, ഇത് മെയിൻലി ഇൻക്ലൂഡ് ആവുന്ന CPUയുടെ എമൗണ്ട്, റിയൽ ടൈം യൂസ്ഡ്, ടൈം ലിമിറ്റ്സ്, അക്കൗണ്ട് നമ്പർ, ജോബ് ഓർ പ്രോസസ് നമ്പർ, ജോബ് നമ്പർ, ഇതൊക്കെ മെയിൻലി പറഞ്ഞു തരുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വഴിയായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫോർമേഷനിൽ മെയിൻലി പറയുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ലിസ്റ്റ്. ഈ പ്രോസസ്സിൽ എത്ര ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ്. അതേപോലെ ലിസ്റ്റ് ഓഫ് ദ ഓപ്പൺ ഫയൽസിൻ്റെ ലിസ്റ്റ്, അതൊക്കെ മെയിൻലി ഈ ഇൻഫോർമേഷനിൽ പറഞ്ഞു. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ. പ്രോസസ് സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്, പോയിന്ററും കൊടുത്തിട്ടുണ്ട്. പ്രോസസ് നമ്പർ, പ്രോഗ്രാം കൗണ്ടർ, രജിസ്റ്റേഴ്സ്, മെമ്മറി ലിമിറ്റ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇതിൻ്റെ അകത്തില്ലേ. ഇതാണ് ഒരു PCBയുടെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഗർ ഓഫ് PCB ആണ്, കണ്ടോ. പ്രോസസ് സ്റ്റേറ്റ് പറയാം, പോയിന്റർ, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു എന്താണ്
ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു OSന്റെ പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതായത് ഓരോ പ്രോസസ്സും റെപ്രസെൻറ്റ് ചെയ്യുന്ന OSൽ ഈ PCB വരികയായിരിക്കും. ഓക്കെ, അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഇൻഫോർമേഷൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രോസസ് നമ്പർ, പ്രോഗ്രാം കൊണ്ട്, രജിസ്റ്റേഴ്സും, ഇതിലൊക്കെ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഇൻസ്ട്രക്ഷൻസ് അതെല്ലാം ഇതിലായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ ദിസ് അവർ. ഓക്കെ ദെൻ ബൈ.